ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ആ ഗേറ്റിലാണ്. ടൈഗർ റിസർവ്. ഇവിടുന്ന് അങ്ങോട്ട് റിസർവ് ഫോറസ്റ്റാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം. കാട്ടിക്കൂടെ നമുക്ക് ടൈഗർ റിസർവിൽ എത്തിക്കും. നമ്മൾ ഇവിടുന്ന് കടന്ന് കേരളത്തിലേക്ക് വീണ്ടും കടക്കണം. അവിടെയാണ് നമുക്ക് കാടും പുലി അങ്ങനെയുള്ളതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ചെന്നത് ഇത്തിരി വൈകിപ്പോയി. 3 മണി സമയം ആണ് ഞങ്ങൾ എത്തിയത്. 3 മണിക്ക് മുമ്പ് എത്താണെങ്കിൽ നമുക്കവിടെ കടന്ന് അവരുടെ ട്രക്കിംഗ് വണ്ടിയിൽ ഒക്കെ യാത്ര ചെയ്യുമായിരുന്നു. പക്ഷേ 3 മണിക്ക് കയറുകയാണെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു വരാൻ 6 മണിയാവും. 6 മണിക്ക് അവിടെ തിരിച്ചു പോന്നു കഴിഞ്ഞാൽ നമ്മൾ വരണ വഴിക്കും ആന അത് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് കയറാൻ നിന്നില്ല. ഞങ്ങൾ ജസ്റ്റ് കാടൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു പോരാ ചെയ്തത്. കണ്ടമാനം മയില് അതൊക്കെ അവിടെ കാണാൻ പറ്റി. കാട്ടുപന്നി ഉണ്ട്. ആനപ്പിണ്ടം പോണ വഴിക്ക് കാണാൻ പറ്റി. വണ്ടിയിൽ കുറേ പോകുന്നുണ്ട്. പക്ഷെ ഇതാണ് പ്രശ്നം, നമ്മൾ 3 മണിക്ക് മുമ്പേ അവിടെ എത്തണം. 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേമാതിരി നമ്മൾ തിരിച്ചു വരാനായിട്ട് കേരളത്തിലെ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം. പറമ്പിക്കുളം നദിയിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം അണക്കെട്ടിന് ചുറ്റുമായി ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം 285 ചതുശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. പാലക്കാട് പട്ടണത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ സേത്തുമട എന്ന സ്ഥലത്തു കൂടിയാണ് പറമ്പിക്കുളത്തേക്കുള്ള പ്രധാന പാത കടന്നു പോകുന്നത്. ആനമല വന്യജീവി സംരക്ഷണ കേന്ദ്രവുമായി ഇത് ചേർന്ന് കിടക്കുന്നു. പ്രസിദ്ധമായ ടോപ്പ് സ്ലിപ്പ് പറമ്പിക്കുളത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. തൂണക്കടവ് അണക്കെട്ട് പറമ്പിക്കുളത്തെ പ്രധാന ആകർഷണമാണ്. ആനകളുടെ താവളം എന്നതിലുപരി കാട്ടുപോത്ത്, മ്ലാവ്, വരയാട്, മുതല എന്നിവയും ചുരുക്കം കടുവകളും പുള്ളിപ്പുലികളും എന്നിവയും ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലുണ്ട്. വിവിധ ഇനത്തിലുള്ള സസ്യജാലങ്ങൾക്ക് വാസസ്ഥലമാണ് ഇവിടം. മുൻകൂർ അനുവാദം വാങ്ങിയാൽ വനത്തിൽ സാഹസിക യാത്രയ്ക്ക് പോവാം. ഇവിടത്തെ തടാകത്തിൽ ബോട്ട് യാത്രയ്ക്ക് സൗകര്യമുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമരം ഇവിടെയുള്ള തൂണക്കടവ് എന്ന സ്ഥലത്താണുള്ളത്. 2010 ഫെബ്രുവരി 19 ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഞങ്ങൾ ഇപ്പോൾ നിൽക്കണ ഏരിയ തമിഴ്നാടാണ്. ഇതിൻ്റെ ഈ പുലിയുടെയൊക്കെ ഫോട്ടോ ഇത് വെച്ചതിൻ്റെ അപ്പുറത്ത് കേരളമാണ്. അപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ വണ്ടി ഇട്ടേക്കണം. എന്നിട്ട് ഞങ്ങൾ അവിടെ സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റി അടുത്ത് ചോദിക്കാൻ ചെന്നു, അതിനകത്ത് കടക്കാൻ പറ്റുമോ. അപ്പോൾ ആ പുള്ളിയാണ് പറഞ്ഞത് 3 മണിക്ക് മുമ്പേ ഇവിടെ വരണം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് ട്രക്കിങ്ങിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഭയങ്കര ലേറ്റ് ആവും, 6 മണി കഴിയും. അപ്പോൾ പുള്ളി പറഞ്ഞു എന്തായാലും അങ്ങനെ വരുമ്പോൾ ഈ റോട്ടിൽ മുഴുവൻ ആനയുണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ കേരളത്തിൽ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേരളമാണ്, അപ്പുറം തമിഴ്നാട്. ആ ഒരു വ്യത്യാസം കൂടി ഉണ്ട്. കേരളത്തിൽ കടന്നിട്ടാണ് ട്രക്കിംഗ് ഉള്ളത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കന്നിമര തേക്ക് അങ്ങനെ കുറേ ഈവൻ പുലി വരെ ട്രക്കിങ്ങിൽ പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ കടക്കാൻ പറ്റിയില്ല. ഞങ്ങളത് അവിടെ വരെ ചെന്നു. അപ്പോൾ എന്നിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം തിരിച്ചു പോന്നു. അപ്പോൾ റോട്ടിലൊക്കെ മയിലുകളെ കാണാം. ഈ മയിൽ
ഞങ്ങൾ ജസ്റ്റ് പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യണം. ഇതിനപ്പുറത്തൊക്കെ മയിലാണ്, നല്ല മയിലുകളുടെ സൗണ്ട്. ഈ പോകുമ്പോൾ ഒക്കെയും കാണാം ഈ റോഡ് സൈഡിൽ ഇങ്ങനെ മയിൽ നിൽക്കുന്നത്. പിന്നെ കാട്ടുപന്നി അതുകൊണ്ട് പേടി ഇവിടെ അടുത്തൊന്നുമില്ല. കുറച്ച് നേരം ഞങ്ങൾ പോകുന്നത് അതായത് ഏറുമാടം അടുത്ത സംഭവം ഉണ്ട് അവിടെ. നേരത്തെ പോകണം ആരെങ്കിലും നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ. നല്ല തണുത്ത അന്തരീക്ഷമാണ് അവിടേക്ക്. ഇവിടെയാണ് ഹിൽ ടോപ്പ് മറ്റു സംഭവം. അതിൻ്റെ മുകളിൽ നമുക്ക് റൂമൊക്കെ എടുക്കാം. ആൾക്കാരവിടെ ഉണ്ട്. ഇപ്പം 3 മണി കഴിഞ്ഞ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഒക്കെയാണ്, പക്ഷേ നമ്മൾ 3 മണി കഴിഞ്ഞ് ഇവിടെയും ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് വീണ്ടും തിരിച്ചു. അപ്പോൾ വീണ്ടും ഇതേ ഒരുത്തം നിൽക്കണു മയിൽച്ചാട്ടൻ. ഇവന്മാർ റോഡ് സൈഡിലൊക്കെ ഉണ്ട്. ഒരു പേടിയില്ല ആശാന്. അതായത് ഇപ്പോൾ സ്ഥിരം അവന് കണ്ടുപിടിച്ചല്ലേ വണ്ടികളൊക്കെ പോയിട്ട്. അവൻ കുറച്ച് നേരം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് സർക്കസ് കളിച്ചു. ആ സൈഡിലൊക്കെ കാട്ടുപന്നി ഉണ്ട് കേട്ടോ. അത് ചെറിയൊരു കോവിൽ, തമിഴ്നാട് സ്റ്റൈലുള്ള അമ്പലങ്ങൾ. ഇങ്ങനത്തെ അമ്പലങ്ങൾ കുറച്ചധികം കാണാം റോഡ് സൈഡിൽ. പിന്നെ അതേ ഫാമിലി ആയിട്ട് നിങ്ങൾ കാട്ടുപന്നി. അവർക്കൊന്നും ഒരു പേടിയില്ല, ഇങ്ങനെ നിൽക്കും. വണ്ടികൾ മാറിപ്പോക്കോളും. പിന്നെ മുളങ്കാട് ഒക്കെ ഇങ്ങനെ കാറ്റത്ത് മറഞ്ഞു വീണുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ അതിരപ്പള്ളി റൂട്ടുമാർ തന്നെയാണ് ഇവിടെയും പ്രശ്നമാണ്. ഈ മരങ്ങളും ഒക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ മണിക്കൂറുകൾ നമ്മളിവിടെ പെടും. എന്നിട്ട് ഫോറസ്റ്റുകാർ വന്ന് മരം മുറിച്ച് മാറ്റിയിട്ട് വേണ്ട വരും നമുക്ക് തിരിച്ചു പോരാനായിട്ട്. നമ്മൾ പോരണ വഴിക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, നല്ല രസമാണ്. റോഡിൻ്റെ 2 സൈഡും ഇതേപോലെ മരങ്ങൾ നിൽക്കുക. ശരിക്കും റോഡിൽ കൂടെ പോകുമ്പോൾ വെയിൽ ശരിക്കും റോഡിലേക്ക് അടിക്കില്ല, നമുക്ക് നല്ല രസമായിട്ട് പോകാം. പിന്നെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല, ഞങ്ങൾ നോക്കുമ്പോൾ വണ്ടികളൊക്കെ നിർത്തി അവിടെ നിന്നിട്ട് സെൽഫി ഫോട്ടോ അതൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ആംബിയൻസാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടെ അപ്പുറത്തൊരു വണ്ടിക്കാർ ഇതേമാതിരി നിന്ന് നല്ല അവർ റീൽസൊക്കെ എടുക്കുന്നുണ്ട്. ആ ഒരു രസമാണ്. അതിൻ്റെ സൈഡിൽ മുഴുവൻ തെങ്ങും തോട്ടം, ഏക്കറണിക്കുന്ന സ്ഥലം. ഇങ്ങനെ ഒരാളുടെ കൗണ്ടർ അതേമാതിരത്തെ ഇതിലാണ്. തിരിച്ചു വരുമ്പോൾ അതിനിടയ്ക്ക് അസല് മഴയും പെയ്തു. അതൊരു രസമായിരുന്നു.